ഹായ്. എൻ്റെ മമ്മി ഇവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമാണ്. ഞാൻ എണീറ്റ് വരുന്ന മുന്നേ എല്ലാ പണിയും വീട്ടിലെ എല്ലാ പണിയും മമ്മി ചെയ്ത് കഴിഞ്ഞിരിക്കും. നിങ്ങളാരും എൻ്റെ ഈ കോലം കണ്ട് ഞെട്ടണ്ട. ഞാൻ രാവിലെ എണീറ്റ് വന്നിരിക്കുന്നതിൻ്റെ കോലമാണ്. പുറകെ ഇരിക്കുന്നതിൻ്റെ കോവയ്ക്ക കണ്ടോ? ഇഷ്ടംപോലെ കോവയ്ക്ക ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അതെല്ലാം മൂടോട് കളഞ്ഞു. എന്നിട്ട് പുതിയത് നടാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇനിയില്ല, ഈ വട്ടത്തെ ലാസ്റ്റ് എൻ്റെ കോവയ്ക്ക. ഈ വട്ടത്തെ കോവയ്ക്കയുടെ കായ്പൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ അല്ലേ, കായ്ക്കുന്നില്ലായിരുന്നു. അതാ ഞാൻ പിന്നെ വെട്ടിക്കളഞ്ഞത്. കണ്ണ് വയ്യാന്ന് അതാ ഞാൻ കാണിക്കുന്നത്. പനിയൊക്കെ ആയിരുന്നു, കണ്ണിനിപ്പോൾ ചൊറിച്ചിലുണ്ട്. ദേ പപ്പ മാങ്ങയായിട്ടൊക്കെ വന്ന് വെട്ടും കഴിഞ്ഞ്. ഇന്നലെ ഭയങ്കര കാറ്റും മഴയായിരുന്നു, അപ്പം മാങ്ങ കുറച്ച് പൊഴിഞ്ഞ് വീണായിരുന്നു. നമ്മുടെ സ്വന്തം മാവിലെ മാങ്ങയൊന്നും അല്ല കേട്ടോ. പപ്പ വെട്ടാൻ പോയിട്ട് വരുന്ന വഴിക്ക് മാങ്ങ വീണ് കിടക്കും, അപ്പോൾ എടുത്തുകൊണ്ട് വരുന്നതാണ്. രാവിലെ കഴിക്കാൻ പുട്ടും പപ്പടമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നിർബന്ധമില്ല, ഈ പഴം വേണം, കറി വേണം. പിന്നെ എൻ്റെ കെട്ടിയവന് നിർബന്ധമാണ് കറി വേണമെന്ന്. ഇന്നലെ കടല വെള്ളത്തിയിടാനും മറന്നുപോയി, പഴം വാങ്ങിക്കാനും മറന്നുപോയി. അതുകൊണ്ടാണ് പപ്പടത്തിൽ ഒതുക്കിയത്. എൻ്റെ അപ്പനാരിന്ന് പുട്ട് കഴിക്കുന്ന കണ്ടോ? പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, കറിയൊന്നും വേണമെന്ന് നിർബന്ധമേ ഇല്ല. പുള്ളി പഞ്ചസാരയൊക്കെ കൂട്ടിയും കഴിച്ചോളും. പുള്ളിക്ക് വിശപ്പിന് സമയത്തിന് വല്ലതും കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. പപ്പയുടെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ അന്നക്കുട്ടി ഉറക്കത്തിൽ നിന്ന് എണ്ണിട്ട് വന്നതാണ്. ഇവർ തമ്മിൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. ഇവർ രണ്ടാളും ഒരു കുഴി ചാവായിരിക്കുന്ന വ്യക്തികളാണ്. ദേ അന്നക്കുട്ടിയെ വിളിക്കുന്നൊക്കെ ഉണ്ട് പപ്പ കഴിക്കാൻ, പക്ഷേ അവൾ ചെന്നില്ല. പിന്നെ ചെന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവർ തമ്മിൽ ഭയങ്കര കാര്യമാണെന്ന്. നല്ല ഫ്രണ്ട്സ്, രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. അന്നക്കുട്ടി രാവിലെ എണ്ണിക്കും. എൻ്റെ മൂത്താൾ ഇതുവരെ എണ്ണിട്ടിട്ടില്ല. അവൾക്ക് 10-11 മണിയാവും ടൈം. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.